പ്രിയപ്പെട്ട കുട്ടികളെ, ടെസ്റ്റ് 3യുടെ ആൻസേഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ടെസ്റ്റ് 3 എഴുതി ആൻസേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി അരിതമെറ്റിക് സീക്വൻസ് 7, 12, 17, 22 എക്സെട്ര. റൈറ്റ് ദ ഓൾജിബ്രൈക് ഫോം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം കണ്ടെത്താനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഓൾജിബ്രൈക് ഫോം കണ്ടെത്താനുള്ള ഫോർമുല? ദറ്റ് ഈസ് എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി അല്ലേ. ഡി എന്ന് പറയുന്നത് 5 ആണ്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, അപ്പോൾ വാല്യൂസ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 5n പ്ലസ് 2. അപ്പോൾ ഇതാണ് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് നമ്പർ ബിക്കംസ് ദ ടേം ജസ്റ്റ് എബവ് 100 ഇൻ ദി സീക്വൻസ്? 100 കഴിഞ്ഞിട്ട് വരുന്ന ടേം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 100 കഴിഞ്ഞിട്ട് വരുന്ന ടേം. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം? ഓൾജിബ്രൈക് എക്സ്പ്രഷനിൽ നിന്നും വളരെ പെട്ടെന്ന് കണ്ടെത്താവുന്നതാണ്. അതിനെന്താ ചെയ്യേണ്ടത്? 5n പ്ലസ് 2 ഈസ് ഗ്രേറ്റർ ദാൻ 100 എന്ന് കൊടുക്കുക. നമുക്ക് 100 എന്ന് പറയുന്ന എത്രാമത്തെ ടേം ആണ് എന്നല്ല കണ്ടെത്തേണ്ടത്, 100 കഴിഞ്ഞിട്ട് വരുന്ന ടേമാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ദാറ്റ് ഈസ് 5n പ്ലസ് 2 ഗ്രേറ്റർ ദാൻ 100 എന്ന് കൊടുക്കുക. 100 എത്രാമത്തെ ടേമാണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഈക്വൽ ടു കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ 100 കഴിഞ്ഞിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രേറ്റർ ദാൻ 100 എന്ന് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? ആ പ്ലസ് 2നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പ്ലസ് 2 ഇങ്ങോട്ട് വരുമ്പോൾ -2 ആവും. 100ൽ നിന്നും 2 മൈനസ് ചെയ്തു. ഓക്കെ, അപ്പോൾ 5n ഗ്രേറ്റർ ദാൻ 98 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് n ഗ്രേറ്റർ ദാൻ 98 ഡിവൈഡഡ് ബൈ 5 ആണ് അല്ലേ. 5 n ആയിരുന്നു, 5ന് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആയി. ദാറ്റ് ഈസ് 98 ഡിവൈഡഡ് ബൈ 5 ആയി. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താ വരുന്നത്? 19.6 ആണ്. n ഗ്രേറ്റർ ദാൻ 90.6 ആണ്. n 19.6നേക്കാളും കൂടുതലാണ്. അപ്പോൾ നോക്കൂ, ഈ 19.6 എന്ന് പറയുന്ന ഒരു ഡെസിമലാണ് അല്ലേ. അപ്പോൾ അത്രാമത്തെ ഒരു ടേം ആയിട്ട് വരില്ല. എപ്പോഴും 19th ടേം, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 20th ടേമാണ്. അതിനിടയ്ക്ക് ഒരു ഡെസിമൽ നമ്പർ ടേം ആയിട്ട് വരും, ടേമിൻ്റെ പൊസിഷനായിട്ട് വരാൻ സാധ്യതയില്ല. ഓക്കെ, 19th, 20th, 21 എന്ന്, അതായത് നമ്മൾ 20.5, 20 ഹാഫ്, 23/4 എന്നൊന്നും പറയാറില്ലല്ലോ. ഒരു ടേമിൻ്റെ പൊസിഷന് നമ്മളൊരു ഡെസിമൽ നമ്പറായിട്ട് പറയാറില്ല. അപ്പോൾ n ഗ്രേറ്റർ ദാൻ 90.6 എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? n എന്ന് പറയുന്നത് 90.6നേക്കാളും വലുതാണ്. അപ്പോൾ n എന്തായിരിക്കും? നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ വരുന്നത് 20 ആണ്. അപ്പോൾ n ഈക്വൽ ടു 20 ആണ്. ആ 20 നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഓൾജിബ്രൈക് ഫോമിൽ കൊടുത്താൽ നമുക്ക് 100 കഴിഞ്ഞിട്ട് വരുന്ന ടേം കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തത്. 5 × 20 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 102. Second question, consider the arithmetic sequence -71, -68, -65 etc. What is its algebraic form? ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോമാണ് കണ്ടെത്തേണ്ടത്. ഏതൊരു സീക്വൻസിൻ്റെയും ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് dn + f - d ആണ്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3n - 74 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ടേം ജസ്റ്റ് എബവ് 100? ഇവിടെ 100 കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത നാച്ചുറൽ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ ഇതിന് തൊട്ട് മുന്നുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ 100 കഴിഞ്ഞിട്ടുള്ളൊരു ടേം വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഡെസിമലാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ 100 ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള നാച്ചുറൽ ടേമാണ് സെലക്ട് ചെയ്ത്. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഗ്രേറ്റർ ദാൻ 100 കൊടുത്തിട്ട് എന്നിൻ്റെ വാല്യൂ ആദ്യം കണ്ടെത്താം. അപ്പോൾ 3n - 74 ഗ്രേറ്റർ ദാൻ 100 എന്ന് കിട്ടി. അപ്പോൾ 3n എന്ന് പറയുന്നത് എന്താണ്? 100 + 74 ആണ്. ഓക്കെ, ഈക്വൽ ടു നമ്മളിട്ടിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഗ്രേറ്റർ ദാൻ ഇട്ട് ചെയ്യുമ്പോഴും കിട്ടുന്ന വാല്യൂ എന്താണോ അതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ സെലക്ട് ചെയ്യാമെന്ന് മാത്രമേ വരുന്നുള്ളൂ ലാസ്റ്റിൽ. ഓക്കെ, അപ്പോൾ 3n ഗ്രേറ്റർ ദാൻ 174 എന്ന് കിട്ടി. n എന്ന് പറയുന്നത് എന്താണ്? 174 ഡിവൈഡഡ് ബൈ 3 ആണ്. അപ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് 58 എന്ന് കിട്ടി. n ഗ്രേറ്റർ ദാൻ 58 ആണ്. നമ്മൾ എടുക്കുന്ന n എന്ന് പറയുന്നത് എന്താവണം? 58നേക്കാളും ഗ്രേറ്റർ ആകണം എന്നാണ് ഇതിൻ്റെ മീനിങ്.
ഈക്വൽ ടു 58 എന്ന് പറയുമ്പോൾ n നമ്മൾ 58 എടുക്കും. ഇവിടെ n ഗ്രേറ്റർ ദാൻ 58 എന്നാണ് വന്നത്. അപ്പോൾ 58 കഴിഞ്ഞിട്ടുള്ള നാച്ചുറൽ നമ്പറാണ് സെലക്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 59. ഓക്കെ, അപ്പോൾ 59th ടേമാണ് 100ൻ്റെ എബോവ് ആയിട്ട് വരുന്നത്. അത് ഏതാണ് ആ ടേം എന്ന് പറയുന്നത്? അത് കിട്ടാൻ നമ്മൾ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷനിൽ n-ന് 59 എന്നുള്ള വാല്യൂ കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് 103. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾജിബ്രൈക്ക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 40n + 3. വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദിസ് സീക്വൻസ്? ഈ സീക്വൻസിൻ്റെ 10th ടേം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 10th ടേം ആണ് എന്ത് ചെയ്താൽ മതി? ഓൾജിബ്രൈക്ക് എക്സ്പ്രഷനിൽ n-ന് 10 എന്നുള്ള വാല്യൂ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 4 × 10 + 3, ദാറ്റ് ഈസ് 43. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനും അഡിഷനും വന്നിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ രണ്ടും ഒരുമിച്ച് വരികയാണെങ്കിൽ, ബ്രാക്കറ്റ് ഒന്നും ഇല്ലാതെ ഒരുമിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ടാണ് അഡീഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, അതിനൊരു റൂളുണ്ട്, നമ്മൾ ബോർഡ് മാത്സ് എന്ന് പറയുന്നൊരു റൂളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷനാണ്, അത് കഴിഞ്ഞിട്ടാണ് സബ്ട്രാക്ഷനും അഡീഷനും ഒക്കെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ 20th ടേം ഓഫ് ദ സീക്വൻസ്? ഈ സീക്വൻസിൻ്റെ 20th ടേം n-ന് എന്ത് ചെയ്യുക? 20 എന്നുള്ള വാല്യൂ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 × 20 + 3, 83. അപ്പോൾ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏത് ടേമോ ആണെങ്കിലും n-ന് വാല്യൂ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് നോക്കൂ, വാട്ട് ഈസ് ദ സം ഓഫ് 12th ടേം ആൻഡ് 18th ടേം ഓഫ് ദിസ് സീക്വൻസ്? ഈ സീക്വൻസിൻ്റെ 12th ടേമും 18th ടേമും 18th ടേമിൻ്റെയും സം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റും സെക്കൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇപ്പോൾ 10ഉം 20ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടുന്നത്? 30. 12ഉം 18ഉം ആഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? 30. അപ്പോൾ ഇത് എന്താ പറയുന്നത്? പെയറുകളാണ്. 10ഉം 20 എന്ന് പറയുന്ന ഒരു പെയറാണ്. അതുപോലെ മറ്റൊരു പെയറാണ്, അതിനോട് ഈക്വൽ ആയിട്ടുള്ളൊരു പെയറാണ് 12ഉം 18th ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് നിങ്ങൾ n-ന് 12 കൊടുത്തൊരു വാല്യൂ കിട്ടി, അതുപോലെ n-ന് 18th കൊടുത്തിട്ട് ഒരു ടേം കിട്ടി. അത് ആഡ് ചെയ്യാനൊന്നും പോയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഇതിൻ്റെ മുന്നേ കണ്ടെത്തിയിട്ടുള്ള 10th ടേമും 20th ടേമും കൂടി ആഡ് ചെയ്താൽ മതി. അത് രണ്ടും പെയറുകളാണ്, ഈക്വലാണ്. അത് നമ്മൾ എങ്ങനെ കണ്ടെത്തുക? അതിൻ്റെ പൊസിഷൻസ് ആഡ് ചെയ്യുമ്പോൾ സെയിം നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അത് പെയറുകളാണെന്ന് മനസ്സിലാക്കാം. അതാണ് ഇവിടെ പറഞ്ഞത്. 10ഉം 20ഉം ആഡ് ചെയ്യുമ്പോൾ 30 കിട്ടും. ഇവിടെ ആണെങ്കിലോ 12ഉം 18ഉം ആഡ് ചെയ്യുമ്പോഴും 30 ആണ്. അപ്പോൾ ആ പെയറുകളുടെ സമ്മുകൾ, ടേംസുകളുടെ സമ്മും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? x12 + x18 = 43 + 83 = 126. ഓക്കെ, കാരണം x10 + x20 126 ആണ് കിട്ടുന്നത്. അതുതന്നെ ആയിരിക്കും x12ഉം x18ഉം ആഡ് ചെയ്താൽ കിട്ടുന്നത്. അതിൻ്റെ മീനിങ് x10ൻ്റെ വാല്യൂ ആണ് x12 എന്നല്ല, ഇതിൻ്റെ പെയറുകളുടെ സമ്മ് ഈക്വൽ ആണെന്ന് മാത്രമാണ് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ, ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ് 117, 114, 111 etc. റൈറ്റ് ദ ഓൾജിബ്രൈക്ക് ഫോം ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക്ക് ഫോം എഴുതാനാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് d = -114 -117. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അതായത് രണ്ട് മൈനസുകൾ അടുത്ത് വരുമ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ 117ൽ നിന്ന് 114 മൈനസ് ചെയ്താൽ 3 എന്ന് കിട്ടും. ഓക്കെ, ഓൾജിബ്രൈക്ക് ഫോം എന്ന് പറയുന്നത് dn + f - d. അതിൽ വാല്യൂസ് കൊടുക്കുമ്പോൾ 3n + -117 - 3 എന്ന് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൻ്റെ ഇൻസൈഡ് ഒരു -120 എന്നാണ് കിട്ടുക. അപ്പോൾ 3n + -120 എന്ന് വരും. ഒരു പ്ലസും മൈനസും വരുന്നുണ്ട്. ആ കേസിൽ നിങ്ങൾ പ്ലസ് ഒഴിവാക്കി മൈനസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, 3n - 120 എന്ന് വരും. നെക്സ്റ്റ്, ഹൗ മെനി നെഗറ്റീവ് ടേംസ് ആർ ദർ ഇൻ ദിസ് സീക്വൻസ്? ഈ സീക്വൻസിൽ എത്ര നെഗറ്റീവ് ടേംസുകളാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതിന് തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷനിൽ <0 എന്ന് കൊടുത്തിട്ട് കണ്ടെത്താവുന്നതാണ്. കാരണം നമുക്കറിയാം എല്ലാ നെഗറ്റീവ് ടേംസുകളും 0നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓൾജിബ്രൈക്ക് എക്സ്പ്രഷനിൽ
3n മൈനസ് 120 ലെസ് ദാൻ 0. ഇതിൻ്റെ മീനിങ് എന്താ? എല്ലാ നെഗറ്റീവ് നമ്പേഴ്സുകളും 0നേക്കാളും ചെറുതാണ്. അതിൽ നിന്ന് നമ്മൾ n ഒരു വാല്യൂ കണ്ടെത്തണം. ഓക്കെ, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തത്. 3n ഗ്രേറ്റർ ദാൻ 120. അതായത് ആ മൈനസ് 120നെ റൈറ്റിക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്ത് വരും? 0 പ്ലസ് 120, ദാറ്റ് ഈസ് 120. അപ്പോൾ 3n ലെസ് ദാൻ 120 എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് n ഈക്വൽ ടു, അല്ലെങ്കിൽ n ലെസ് ദാൻ, ഈക്വൽ ടു അല്ല ലെസ് ദാൻ, n ലെസ് ദാൻ 40. അതിന് മീനിങ് എന്താ? n എന്ന് പറയുന്നത് 40നേക്കാളും ചെറിയൊരു നമ്പറാണ്. അപ്പോൾ 40നേക്കാളും ചെറിയ നമ്പർ ആരാണ്? 39 അല്ലേ? അപ്പോൾ ദർ ആർ 39 നെഗറ്റീവ് ടേംസ് ആർ ഇൻ ദ സീക്വൻസ്. അതിൽ നിന്ന് നമുക്ക് എന്തറിയാം? ഈ സീക്വൻസിൽ 39 നെഗറ്റീവ് ടേംസുകളാണ് വരുന്നത്. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. n ലെസ് ദാൻ 40 എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്നത് 40നേക്കാളും ചെറുതാണ്. 40നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ അടുത്ത അതിൻ്റെ ബാക്കിൽ വരുന്ന നാച്ചുറൽ നമ്പർ തന്നെ സെലക്ട് ചെയ്യണം അല്ലേ? എപ്പോഴും നമ്പർ ഓഫ് ദ ടേംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പോൾ 40നേക്കാൾ ചെറുതായിട്ട് വരുന്ന ആരാണ്? 39. ഓക്കെ, പിന്നെ ആ 39 എത്ര ടേം, ആകെ എത്ര ടേംസ് ഉണ്ടെന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ 39ാമത്തെ ടേംസ് ഏതാണെന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്തത്, ഹൗ മെനി ടേംസ് ഫ്രം ദ ഫസ്റ്റ് ടേം ഇൻ ദ ഓർഡർ മേക്ക് ദ സമ്മ് 0? നോക്കൂ, ഫസ്റ്റ് മുതൽ നമ്മൾ എത്ര ടേംസുകൾ എടുത്ത് ആഡ് ചെയ്താലാണ് നമുക്ക് 0 എന്ന് പറയുന്ന ആൻസർ കിട്ടുക എന്നാണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നെഗറ്റീവ് നമ്പേഴ്സുകളാണ് അല്ലേ? -117, -114 എക്സെട്ര ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 39th ടേം ആവുമ്പോൾ നോക്കൂ, 39 നെഗറ്റീവ് ടേംസുകൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ വരുന്ന 39 നെഗറ്റീവ് ടേംസുകൾ പോസിറ്റീവ് ആയിരിക്കും. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് 39 ടേംസുകളൊക്കെ നെഗറ്റീവ് ടേംസുകളാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? 14th ടേം 0 ആയിട്ട് മാറും. 14th ടേം ഇതിൻ്റെത് 0 ആണെന്ന് മനസ്സിലായി. പിന്നെ വരുന്ന 39 ടേംസുകൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതായത് പോസിറ്റീവ് 117 അതുപോലെ പോസിറ്റീവ് 114 ഒക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും ഈ സീക്വൻസിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 39 ടേംസുകൾ നെഗറ്റീവും, പിന്നെ ഒരു 0 വരും, പിന്നെ എന്ത് ചെയ്യും? ഒരു 39 ടേംസുകൾ പോസിറ്റീവായിട്ട് വരും. അങ്ങനെയാണ് ഇതിൻ്റെ സമ്മ് നമുക്ക് 0 ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, കാരണം ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവും, അതേ വാല്യൂയിൽ ഒരു പോസിറ്റീവ് ഉണ്ടാവും. അപ്പോൾ അത് 0 ആവും. അടുത്തത് അതുപോലെ വരും. അങ്ങനെ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് 0 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ എത്ര ടേംസുകൾ നമ്മളിതൊന്ന് സെലക്ട് ചെയ്യണം? 79 ടേംസുകൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റത്തെ 39 നെഗറ്റീവ്, പിന്നെ ഒരു 0, പിന്നത്തെ 39സുകൾ എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. അപ്പോൾ എല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് 0 ആയിട്ട് മാറും. അപ്പോൾ ടോട്ടൽ 17, ഫസ്റ്റ് മുതൽ 79 ടേംസുകൾ ആഡ് ചെയ്യുമ്പോഴാണ് ഈ ടേംസ് 0 ആയിട്ട് മാറുന്നത്. അതായത് ടോട്ടൽ ടേംസുകളുടെ സമ്മ് 0 ആയിട്ട് മാറണമെങ്കിൽ 79 ടേംസുകൾ ആഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ് 17/7, 20/7, 23/7 എക്സെട്ര, റൈറ്റ് ദ ഓൾജിബ്രൈക് ഫോം ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻസിൻ്റെ സീക്വൻസ് ആണ് അല്ലേ? പക്ഷെ ഇതിൻ്റെ ഒക്കെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടെത്തുക. അതായത് 70, 20, 23 എക്സെട്ര ഇതാണല്ലോ ന്യൂമറേറ്ററിൽ വരുന്ന നമ്പേഴ്സ്. ഇതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടെത്തുക. dn + f - d എന്നുള്ള ഫോം യൂസ് ചെയ്തിട്ട് തന്നെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾക്ക് 3n + 40 എന്നുള്ള ആൻസർ കിട്ടും. ഇനി നോക്കൂ, ഡിനോമിനേറ്ററിൽ ഒരു 7 ഉണ്ടല്ലോ എല്ലാ ടേംസിൻ്റെ കൂടെയും. ആ കിട്ടിയ ന്യൂമറേറ്ററിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ്റെ ഡിനോമിനേറ്ററിൽ ആ 7 അതുപോലെ തന്നെ കൊടുക്കുക. ഓക്കെ, അതാണ് ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്. അപ്പോൾ 3n + 14/7 എന്നാണ് ഇതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കിട്ടുന്നത്. ഇനി നോക്കൂ, ഇതിൻ്റെ ന്യൂമറേറ്ററിലുള്ള 14 എന്ന് പറയുന്നത് എന്താണ്? 7ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? അതായത് 14 7 ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ 7 നമുക്ക് 3nനും 14നും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ 3n / 7 എന്ന് കിട്ടും അല്ലേ? 3nന് 7 കൊടുക്കുമ്പോൾ എന്താ വരിക? 3n/7. 14ക്ക് 7 കൊടുക്കുമ്പോഴോ 14നെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 2. അപ്പോൾ 3n / 7
പ്ലസ് 2 എന്നാണ് ഇതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ വരുന്നത്. എന്താ പറയുക, ഇതിൻ്റെ ഒന്നിച്ചെടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ തന്നെയാണ് കിട്ടുക. അതിനേക്കാളൊക്കെ കാൽക്കുലേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഫ്രാക്ഷൻസിൻ്റെ സബ്ട്രാക്ഷൻ അഡീഷനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് സമയം കൂടുതൽ കളയണ്ട. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. എല്ലാ ഡിനോമിനേറ്ററിൻ്റെയും ഡിനോമിനേറ്റർ ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്, അതായത് സെയിം നമ്പർ ആണെങ്കിൽ ന്യൂമറേറ്റേഴ്സിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടിട്ട് ആ ഡിനോമിനേറ്റർ അതുപോലെ കൊടുത്താൽ മതി. ഓക്കെ, ഇനി ന്യൂമറേറ്ററിൽ ഏതെങ്കിലും ടേംസിൻ്റെ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്പിൾ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒന്നും കൂടെ നന്നായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് പൊസിഷൻ ആൻ ഇൻറ്റീജർ കംസ് ആസ് ദ ടേം ഓഫ് ദ സീക്വൻസ് ഫസ്റ്റ് ടൈം. ഒരു ഫ്രാക്ഷൻസിൻ്റെ ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീജർ ടേം അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറൊക്കെ വരണമെങ്കിൽ അതാരാണ് തീരുമാനിക്കുന്നത്? ഡിനോമിനേറ്റർ ആണ് തീരുമാനിക്കുന്നത് അല്ലേ. ഡിനോമിനേറ്ററിൽ ഏത് നമ്പറാണോ അത് ന്യൂമറേറ്ററിൽ വരണം, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ന്യൂമറേറ്ററിൽ വരുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ടൈപ്പ് സീക്വൻസിൽ ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഇൻറ്റീജർ കിട്ടുള്ളൂ. എന്താണ് ഇൻറ്റീജർ എന്ന് പറയുന്നത്? നെഗറ്റീവ് ടേംസ് 0, പോസിറ്റീവ് ടേംസ്, ഇതിൻ്റെ സെറ്റിനെയാണ് നമ്മൾ ഇൻറ്റീജർ എന്ന് പറയുന്നത് കേട്ടോ. നെഗറ്റീവ് നമ്പേഴ്സ് 0, പോസിറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇൻറ്റീജർ ഏതാണെന്ന് നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ ഈ ഓൾജിബ്രൈക് എക്സ്പ്രഷനിൽ എന്നിന് 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 3/7 ആണ് കിട്ടുന്നത്. 3നെ 7 ഇട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെസിമൽ നമ്പറാണ് കിട്ടുന്നത്. അതിനോട് പിന്നെ നമ്മൾ നാച്ചുറൽ നമ്പർ ആഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, അത് പിന്നെ എന്താവും, ഡെസിമൽ നമ്പർ തന്നെ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൽ അല്ലേ 7ൻ്റെ മൾട്ടിപ്പിൾ വേണം. അപ്പോൾ ഇവിടെ ഒരു 3 ഓൾറെഡി ഉണ്ട്. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിളും 3ൻ്റെയും 7ൻ്റെയും മൾട്ടിപ്പിളായിട്ട് വരുന്നൊരു നമ്പർ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്നിന് പെട്ടെന്നൊരു വാല്യൂ കണ്ടെത്താം. അപ്പോൾ 3ൻ്റെയും 7ൻ്റെയും മൾട്ടിപ്പിൾ നോക്കൂ. 7ൻ്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 14 ആണ്. പക്ഷേ 14 എന്ന് പറയുന്നത് എന്തല്ല, 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നമുക്കത് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് 7ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 21 ആണ്. അപ്പോൾ ഈ 21 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. 21 3ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. 3 × 7 എന്ന് പറയുന്നത് 21 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എന്നിന് 7 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ 3 × 7 21 ഡിവൈഡഡ് ബൈ 7. ഓക്കെ, 21 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് 3 + 2 5. അപ്പോൾ ഇവിടെ വരുന്ന ഫസ്റ്റ് ഇൻറ്റീജർ ടേം എന്ന് പറയുന്നത് 5 ആണ്. ഈ 5 എത്രാമത്തെ ടേമാണ്? ഇതിൽ 7th ടേമാണ്. ഈ സീക്വൻസിലെ 7th ടേമാണ് 5 എന്ന് പറയുന്നത്. അപ്പോൾ എത്രാമത്തെ ടേമിലാണ് അല്ലെങ്കിൽ ഏത് ടേമാണെന്ന് രണ്ടും ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ 5 ആണ് ഫസ്റ്റ് ഇൻറ്റീജർ ടേം, അത് 7th ടേമായിട്ടാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് പൊസിഷൻ 38 അപ്പിയേഴ്സ് ആസ് എ ടേം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിൽ 38 എത്രാമത്തെ ടേം ആയിട്ടാണ് വരിക എന്നുള്ളതാണ് അടുത്തത് കണ്ടെത്തേണ്ടത്. ഓക്കെ, അതിനെന്ത് ചെയ്താൽ മതി? നമ്മുടെ ഓൾജിബ്രൈക് എക്സ്പ്രഷനിൽ ഈക്വൽ ടു 38 കൊടുത്താൽ മതി അല്ലേ. കാരണം 38 എത്രാമത്തെ ടേം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് തൊട്ട് മുന്നുള്ള ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരുന്നു? ഈ നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന ടേം ഏതാണ്? അപ്പോൾ നമ്മൾ ലെസ് ദാനും ഗ്രേറ്റർ ദാനൊക്കെ കൊടുത്തു അല്ലേ. ഇവിടെ ഈക്വൽ ടു ആണ് വേണ്ടത്. 38th ടേം എത്രാമത്തേന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കണ്ടെത്താം. അപ്പോൾ 38 എത്രാമത്തെ ടേമാണെന്ന് കിട്ടും. അപ്പോൾ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എങ്ങനെ വരുന്നത്? 3/7 അല്ലെങ്കിൽ 3n ഡിവൈഡഡ് ബൈ 7. ആ n എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലാണ് കേട്ടോ. 3n/7 + 2 = 38 എന്ന് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? +2നെ റൈറ്റ് കൊണ്ടുപോയപ്പോൾ 38 - 2 ദാറ്റ് ഈസ് 36 കിട്ടി. ഇനി 3n/7 ആണല്ലോ. ഈ 7 റൈറ്റിക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഡിവിഷനാണ് 7, റൈറ്റിക്ക് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. അപ്പോൾ 36 × 7. നെക്സ്റ്റിൽ 3 × n ആണല്ലോ, മൾട്ടിപ്ലിക്കേഷനാണ്. എന്നിനായിട്ട് മൾട്ടിപ്ലൈ ആണ് 3 അല്ലേ. അപ്പോൾ റൈറ്റിക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആയിട്ട് മാറും. അങ്ങനെയാണ് 36 × 7/3 എന്ന് കിട്ടിയത്. ഓക്കെ, അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 84 എന്ന് കിട്ടും. അപ്പോൾ ഈ 38 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ എത്രാമത്തെ ടേമാണ്? 84th ടേമാണ് 38 ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th term of an arithmetic sequence is 14 and its 14th term is 10.
വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്? 10th ടേം 14ഉം 14th ടേം 10ഉം ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ടേംസിൻ്റെ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് x14ഉം x10ഉം, അതായത് x14 എന്ന് പറയുന്നത് 10ഉം x10 എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ 10 - 14 -4. ഇനി ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ -4 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് -1. ഓക്കെ, ഡി എന്ന് പറയുന്നത് -1 ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോമൺ ഡിഫറൻസ് -1 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 10th ടേമിൽ നിന്നും 9D മൈനസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ടേമിലെത്തും അല്ലേ? ബാക്കോട്ട് വരികയാണ്. ഇവിടെ പ്ലസ് മുന്നോട്ട് പോകുമ്പോൾ ഇത്ര കോമൺ ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്യുന്ന അത്രയും നമ്മൾ മുന്നോട്ട് പോകും. ഇവിടെ 9D മൈനസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ടേമിലെത്തും. അപ്പോൾ x10 നമുക്കറിയാം 14 ആണ്. 9D മൈനസ് ചെയ്യുക, അപ്പോൾ 9 × -1 എന്നാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ 14 - 9 × -1, 9 × -1 എന്തോ +9 ആയിട്ട് മാറും അല്ലേ? അതായത് -9 × -1 +9 ആയിട്ട് മാറും. അപ്പോൾ 14 + 9 23 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 23 ആണ്. റൈറ്റ് ദ ആൾജിബ്രൈക് ഫോം ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് ഫോം, കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആൾജിബ്രൈക് ഫോം സിമ്പിളായിട്ട് കാണാവുന്നതാണ്. അതിൻ്റെ എന്താ പറയുക, സൈനുകൾ കൺസിഡർ ചെയ്തിട്ട് തെറ്റാതെ കറക്റ്റ് ആൻസറിൽ എത്തട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് -n + 24 ആണ് കേട്ടോ. -n + 24 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം ആ എന്നിൻ്റെ കൂടെ ഒരു മൈനസ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 24 - n എന്ന് എഴുതാം. ഈ -n + 24 എന്ന് എഴുതിയാലും കറക്റ്റാണ്. അതിൽ എന്താ പറയുക, തെറ്റൊന്നുമില്ല. 24 - n എന്ന് വേണമെങ്കിൽ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, the first term of an arithmetic sequence is 1/2 and its common difference 1/6. Write the algebraic form of the sequence. ഈ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് ഫോം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആൾജിബ്രൈക് ഫോം? dn + f - d ആണ് വരുന്നത്. അപ്പോൾ dn വാല്യൂസ് കൊടുക്കുമ്പോൾ 1/6n + 1/2 - 1/6. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു n/6 + 1/2 - 1/6 അല്ലേ? അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 × 6 6 - 2 × 1 2 divided by 2 × 6 12. That is equal to n/6 plus 6 - 2 എന്ന് പറയുമ്പോൾ 4/12. That is equal to എന്ത് വരും? n/6 + 4/12. അപ്പോൾ ഈ 4/12 നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 4നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 6നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും, 12നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6. അപ്പോൾ എന്ത് വരും? n/6 + 2/6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ എന്താ വരുന്നത്? സെയിം ആണ് അല്ലേ? 6 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്ത് കോമൺ ഡിനോമിനേറ്റർ കൊടുക്കാം. അപ്പോൾ n + 2 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. At what position does an integer appears as a term in the sequence first time? ഏത് പൊസിഷനിലാണ് ഒരു ഇൻറ്റീജർ ആദ്യമായിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ് വരിക? നമ്മുടെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ n + 2/6 ആണ്. ഡിനോമിനേറ്റർ 6 ആണ്. അപ്പോൾ ഇൻറ്റീജർ വരണമെങ്കിൽ ന്യൂമറേറ്റർ എന്താവണം? ഒന്നുകിൽ 6 ആവണം, അല്ലെങ്കിൽ 6ൻ്റെ മൾട്ടിപ്പിൾ ആവണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു 2 ന്യൂമറേറ്ററിൽ വന്നിട്ടുണ്ട്. ഇനി അതിന് 6 ആക്കണമെങ്കിൽ നമ്മളൊരു 4 ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ n-ന് 4 എന്ന് കൊടുക്കുക. 4 + 2 6.
6/6 1. ഓക്കെ, അപ്പോൾ 1 ഈസ് ദ ഫോർത്ത് ടേം ഓഫ് ദ സീക്വൻസ്. അതായത് ഈ സീക്വൻസിൽ ഫസ്റ്റ് ഇൻറ്റീജർ എന്ന് പറയുന്നത് 1 ആണ്. അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 4 ആണ്. എന്നിന് ഏത് വാല്യൂ ആണോ കൊടുക്കുന്നത് അതാണ് പൊസിഷനായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഫോർത്ത് പൊസിഷനിലാണ് ഒരു ഇൻറ്റീജർ വരുന്നത്. അടുത്തത് എന്തായിരുന്നു ചോദിച്ചത്? വാട്ട് ഈസ് ദ ഇൻറ്റീജർ ടേം ഫസ്റ്റ് അപ്പിയേഴ്സ് ഇൻ ദ സീക്വൻസ്? ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്ന ഇൻറ്റീജർ ടേം ഏതാണെന്നാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അത് കണ്ടെത്തി അല്ലേ. ഏതായിരുന്നു ഫസ്റ്റ് ഇൻറ്റീജർ എന്ന് പറയുന്നത് 1 ആണ്. ഇറ്റ്സ് ടേം ഈസ് അല്ലെങ്കിൽ ഇറ്റ്സ് പൊസിഷൻ ഈസ് ഫോർത്ത് പൊസിഷനാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ദിസ് സീക്വൻസ് കണ്ടെയ്ൻ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആസ് ദ ടേംസ്? ഈ സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും വരിക നോക്കൂ. നമ്മുടെ ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് n+2/6 ആണ്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു 6ൻ്റെ മൾട്ടിപ്പിൾസുകൾ ന്യൂമറേറ്ററിൽ വരികയാണെങ്കിൽ നമുക്ക് ഇൻറ്റീജർ കിട്ടും. അപ്പോൾ എന്നിന് 4 എന്നുള്ള വാല്യൂ എടുത്തപ്പോൾ ഫസ്റ്റ് മൾട്ടിപ്പിൾ 6 തന്നെയായിരുന്നു. അപ്പോൾ 1 എന്നുള്ള നാച്ചുറൽ നമ്പർ കിട്ടി. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്നിന് 10 കൊടുക്കുകയാണെങ്കിൽ എന്താവും? 10+2 12 ആണ്. 6ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ എന്ത് കിട്ടും? 2 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ കിട്ടും. ഓക്കെ, അങ്ങനെ എന്നിന് നമ്മൾ എന്താ പറയുക, 6ൻ്റെ മൾട്ടിപ്പിളിൽ നിന്നും 2 മൈനസ് ചെയ്തിട്ടുള്ള നമ്പറായിട്ട് എന്നിന് കൊടുക്കുമ്പോൾ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഈ സീക്വൻസിൽ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊക്കെ തീരുമാനിക്കുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആണ് കേട്ടോ. എപ്പോഴും എന്ത് ചെയ്യണം, ആ കോൺസ്റ്റൻറ്റ് നമ്പറും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം എന്നിൻ്റെ 6ൻ്റെ മൾട്ടിപ്പിൾ ആക്കാൻ, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് മാറ്റാൻ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 എക്സെട്ര. മേക്ക് ദ നമ്പേഴ്സ് ആസ് പെയർസ് ലൈക്ക് 1 2 3 4 5 6 എക്സെട്ര ആൻഡ് റൈറ്റ് ദ സം ഓഫ് നമ്പേഴ്സ് ഇൻ ദ പെയർ ആസ് എ സീക്വൻസ്. എന്താണ്? ഈ പെയറുകളുടെ സം ഒരു സീക്വൻസ് ആക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് 1 2 ആണ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 3, നെക്സ്റ്റ് 3 4 ആഡ് ചെയ്യുമ്പോൾ 7, നെക്സ്റ്റ് 5 6 ആഡ് ചെയ്യുമ്പോൾ 11 എന്ന് കിട്ടും. അപ്പോൾ ആ സീക്വൻസ് എങ്ങനെ വരുന്നത്? 3 7 11 എക്സെട്ര. ഇങ്ങനെയാണ് പെയറുകളുടെ സമ്മ് സീക്വൻസ് ആയിട്ട് വരുന്നത്. The sequence so obtained is an arithmetic sequence. What is its algebraic form? ആ സീക്വൻസിൻ്റെ algebraic ഫോം ആണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. ഫസ്റ്റ് ടേം 3യും. അപ്പോൾ algebraic ഫോമിൽ കൊടുക്കുമ്പോൾ 4n - 1 എന്ന് കിട്ടും. അടുത്തത്, what is the common difference of the sequence obtained by adding the numbers in the groups 1 2 3 4 5 6 7 8 9 എക്സെട്ര. നോക്കൂ, ഇനി ഈ ഗ്രൂപ്പിലെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഈ സീക്വൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്? ഈ നമ്പേഴ്സ് 1 + 2 + 3 ദാറ്റ് ഈസ് 6. നെക്സ്റ്റ് ആണെങ്കിലോ 4 + 5 + 6 ദാറ്റ് ഈസ് 11. നെക്സ്റ്റ് 24. ഓക്കെ, ഇതാണ് സീക്വൻസ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 9 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, 2 നമ്പറിൻ്റെ ഇത് ആഡ് ചെയ്ത് സീക്വൻസ് ഫോം ചെയ്തപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് 4 എന്ന് കിട്ടി അല്ലേ. ഫസ്റ്റിൽ 4 കിട്ടി. ഇനി 3 നമ്പേഴ്സിന് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ സീക്വൻസ് ഫോം ചെയ്തപ്പോൾ അവിടെ കോമൺ ഡിഫറൻസ് 9 കിട്ടി. 2 നോക്കുമ്പോൾ 4, 3 നമ്മൾ നോക്കി ആഡ് ചെയ്തപ്പോൾ 9 കിട്ടി. 4 9. ഓക്കെ, അടുത്ത് നോക്കൂ, what could be the common difference if the summation is done by taking 4 numbers as a group? ഇനി 4 നമ്പേഴ്സിനൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് ആ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 നമ്പേഴ്സിനെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 4 കിട്ടി കോമൺ ഡിഫറൻസ്. 3 നമ്പേഴ്സിനെ ഗ്രൂപ്പ് ആക്കിയിട്ട് ആഡ് ചെയ്തപ്പോൾ കോമൺ ഡിഫറൻസ് 4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 4 നമ്പേഴ്സിനെ ഒരു ഗ്രൂപ്പാക്കി ആഡ് ചെയ്ത കോമൺ ഡിഫറൻസ് എത്ര വരും? ദാറ്റ് ഈസ് 16 അല്ലേ. 4 9 എന്നൊക്കെ പറയുന്നത് എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, അങ്ങനെയാണെങ്കിൽ 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ 4 നമ്പേഴ്സിനൊരു ഗ്രൂപ്പാക്കി ആ നമ്പേഴ്സ് ആഡ് ചെയ്തൊരു സീക്വൻസ് ഫോം ചെയ്താൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും?
4ൻ്റെ സ്ക്വയർ ആയിരിക്കും, ദാറ്റ് ഈസ് 16. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദി ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ദ സം ഓഫ് നെക്സ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്? ആദ്യത്തെ 10 നാച്ചുറൽ നമ്പറും അത് കഴിഞ്ഞിട്ട് വരുന്ന 10 നാച്ചുറൽ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ്, സമ്മിൻ്റെ ഡിഫറൻസ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ടേംസുകൾ ടേംസിൻ്റെ സമ്മിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് d = 10 സ്ക്വയർ ആണ് വരുന്നത്. 10 ടേംസുകളുടെ സമ്മിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും ആ ടോട്ടൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ അതിൻ്റെ സ്ക്വയർ 10ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 ആണ്. അപ്പോൾ ആദ്യത്തെ 10 ടേമും അത് കഴിഞ്ഞിട്ട് വരുന്ന 10 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 100 ആണ്. ഫോർ എക്സാമ്പിൾ, ഇത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതിന് ഒരു എക്സാമ്പിൾ, സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് 3 ടേംസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുന്നത് 1 + 2 + 3 അല്ലേ? അതിൻ്റെ സമ്മ് എന്ന് പറയുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ടുള്ള 3 ടേംസുകളുടെ സമ്മ് ഏതാ വരിക? 4 + 5 + 6. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടും. ഓക്കെ, ടോട്ടൽ 15 കിട്ടും. ഇങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 10ഉം അത് കഴിഞ്ഞിട്ട് വരുന്ന 10ഉം. ഇത് നമ്മളിവിടെ 3 ആണ് എടുത്തിട്ടുള്ളത്, ആദ്യത്തെ 3 ടേംസും അത് കഴിഞ്ഞിട്ട് വരുന്ന 3 ടേംസിൻ്റെ സമ്മ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ 15 6 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? ദാറ്റ് ഈസ് 15 - 6 എന്ന് പറയുമ്പോൾ 9 ആണ് വരുന്നത്. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ 3 ടേംസും അത് കഴിഞ്ഞിട്ട് വരുന്ന 3 ടേംസ് എടുത്തപ്പോൾ നമുക്ക് 9 ആണ് കിട്ടിയത്. ദാറ്റ് ഈസ് 3 സ്ക്വയർ. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? ആദ്യത്തെ 10 ടേമും അത് കഴിഞ്ഞിട്ട് വരുന്ന 10 ടേമും തമ്മിലുള്ള സമ്മിൻ്റെ ഡിഫറൻസ്. അപ്പോൾ എന്താ വരിക? 10 സ്ക്വയർ, ദാറ്റ് ഈസ് 100. ഇങ്ങനെയാണ് ഇതിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ആദ്യത്തെ 4 ടേമും അത് കഴിഞ്ഞിട്ട് വരുന്ന 4 ടേമും ആഡ് ചെയ്തിട്ട് ഡിഫറൻസ് കാണാനെങ്കിൽ അത് 4 സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the difference between the sum of the first n natural numbers and the sum of next n natural numbers? അപ്പോൾ ജനറലൈസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇത് പറയാവുന്നതാണ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സും അത് കഴിഞ്ഞിട്ടുള്ള n നാച്ചുറൽ നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? n സ്ക്വയറിനോട് ഈക്വലാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. എപ്പോഴും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മും അത് കഴിഞ്ഞിട്ട് വരുന്ന 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്ന ആ സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 20 സ്ക്വയർ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനറൽ ഫോം എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. അതൊന്ന് നോട്ട് ചെയ്യണം. എപ്പോഴും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് n സ്ക്വയർ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ 100 ടേമിൻ്റെ സമ്മിൻ്റെ ഡിഫറൻസും അത് കഴിഞ്ഞിട്ട് വരുന്ന 100 ടേംസിൻ്റെ സമ്മിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനോട് ഈക്വലാണ്? 100 സ്ക്വയറിനോട് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിരുന്നു നമുക്ക് ടെസ്റ്റ് 3യിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഒക്കെ കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.